സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന വനിതാ CPOമാരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് മെമ്മോ ലഭിച്ചു. സമരം ചെയ്യുന്ന 3 പേർ ഉൾപ്പെടെ 45 ഉദ്യോഗാർത്ഥികൾക്കാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, നിലവിൽ ഏതാണ്ട് 30% പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 500-ലധികം ഒഴിവുകൾ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ വെറും 45 പേർക്കാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുള്ളത്. ഈ സമരം ഇതുപോലെ തന്നെ തുടരാനാണോ ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം? അതുല്യ, സമരം ശക്തമായി തുടരാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് 45 പേർക്കാണ് ഇപ്പോൾ നിലവിൽ അഡ്വൈസ് വന്നിരിക്കുന്നത്. സമരം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ വെറും 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഘട്ടത്തിൽ നാളെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനിരിക്കെയാണ് 45 പേർക്ക് അഡ്വൈസ് വന്നിട്ടുള്ളത്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത 3 പേരാണ് അതിലുള്ളത്. 45 പേരിൽ 3 പേരാണ് ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകൾ. ബാക്കിയുള്ളവർ ഇനിയും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും ജോലി ലഭിക്കാതെ തുടരുകയാണ്. അതുകൊണ്ട് പ്രതിഷേധം ശക്തമായി തുടരാൻ തന്നെയാണ് റാങ്ക് ലിസ്റ്റ് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. എന്നാൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഫോൺ സന്ദേശമായി ഒക്കെ ലഭിക്കുന്നുണ്ട്. പ്രതിഷേധം അവസാനിപ്പിക്കണം, അവസാന ഘട്ടത്തിൽ പോലും 45 പേർക്ക് ജോലി നൽകിയതാണ് എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് പലയിടങ്ങളിൽ നിന്നും ഫോൺ കോളുകൾ വരുന്നു എന്നടക്കം ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെ പ്രതിഷേധം ശക്തമാക്കി തുടരാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് അഡ്വൈസ് നൽകാൻ വെറും 30% താഴെയുള്ളവർക്ക് മാത്രമാണ് സർക്കാരിന് സാധിച്ചതെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് അഡ്വൈസ് നൽകണം. 45 പേർക്ക് നൽകിയാൽ മാത്രം അത് തീരുമാനമാകില്ല എന്ന് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു അഭിപ്രായം. ഏതായാലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഈ ഘട്ടത്തിലും ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷ കൈവിടാതെ പ്രതിഷേധിക്കുകയാണ്. ഇന്നും നാളെയും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. ഇന്ന് കഠിനമായ പ്രതിഷേധങ്ങൾ ഇനിയും തുടരുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഉദ്യോഗാർത്ഥികളിൽ ഇനി കൂടുതൽ പേർക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാമായിരുന്നിട്ടും സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അത് വിവരാവകാശ രേഖ പ്രകാരം 500-ലധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടും സർക്കാർ അത് ചെയ്യുന്നില്ല എന്നാണ്. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതാണ്. അത് നേരത്തെ അഡ്വൈസ് നൽകിയിട്ടുള്ളവർക്ക് മാത്രമാണ് നൽകുന്നത്. ഇനി വളരെ കുറച്ച് പേർക്ക് കൂടി നൽകാൻ പോലും സാധിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിന് അപ്രതീക്ഷിതമായ ഒരു നടപടിയായി 45 പേർക്ക് വനിതകൾക്ക് അഡ്വൈസ് നൽകിയിട്ടുണ്ട്. അതിൽ 3 പേർ പ്രതിഷേധത്തിൽ തുടരുന്നവരാണ്. ഏതായാലും ബാക്കി ജോലി ലഭിക്കാത്ത ആളുകൾ ഇനിയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുല്യ. വിഷ്ണു, ഇപ്പോഴും 45 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഈ 45 പേർക്ക് നിയമനം ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 11 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 292 ഒഴിവുകൾ മാത്രമാണ്. ആ നിലയ്ക്ക് ഇനിയും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നിരവധി ഒഴിവുകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നില്ലേ? അതുല്യ, അല്പം മുമ്പ് സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഈ റിപ്പോർട്ട് ചെയ്ത വാക്കൻസികളിൽ നിയമനം നടത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള നിലപാട് അതായത് റിപ്പോർട്ട് ചെയ്ത വാക്കൻസികൾ നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിലവിൽ വാക്കൻസികൾ പുതുതായി വന്നത് ഈ പോലീസ് ക്യാമ്പുകളിൽ നിന്നും ജോലിയിൽ നിന്നും മാറിയ പല കാരണങ്ങൾ കൊണ്ട് മാറിയവരും പുതിയ ജോലി ലഭിച്ചു മാറിയവരുടെയും വാക്കൻസികളാണ്. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാമായിരുന്നു എന്ന് ഉദ്യോഗാർത്ഥികളാണ് പറയുന്നത്. ഏതായാലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് ജോലി നൽകിയിട്ടില്ല എന്നുള്ളൊരു സാഹചര്യമല്ല ഇവിടെ നിലവിലുള്ളത്. പകരം ഒഴിവുകൾ ഉണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരാതിയായി ഉയരുന്നത്. അതായത് കൂടുതൽ അഡ്വൈസ് നൽകാൻ സാധിക്കും, ഒഴിവുകളുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പ്രതിഷേധക്കാർ അറിയിക്കുന്നത്. ആ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ പുതുതായി വന്ന 45 വനിതകൾക്ക് ജോലി നൽകുന്നത്. എന്നാൽ ഇനി കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാമായിരുന്നിട്ടും അത് നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം ഒഴിവുകൾ ഉണ്ടായതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ ഒഴിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് നിയമനം നടത്താത്തതെന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. അങ്ങനെയാണ് നിലവിലെ സാഹചര്യം. എന്നാൽ പ്രതിഷേധം ശക്തമായി തുടരും, മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒഴിവുകൾ ഉണ്ടായിട്ടും ജോലി അല്ലെങ്കിൽ അഡ്വൈസ് മെമ്മോ നൽകാത്തതല്ല, മറിച്ച് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നമായി കണക്കാക്കുന്നത്. ശരിയായ ചോദ്യം എന്തുകൊണ്ട് ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു എന്നത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്ന വനിതാ CPOമാരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ 45 പേർക്ക് നിയമനം ലഭിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരുടെ നിയമനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. എന്തുകൊണ്ട് നിയമനം ലഭിക്കുന്നില്ല എന്നതിലപ്പുറം എന്തുകൊണ്ട് ഇത്രയധികം ഒഴിവുകൾ 500-ലധികം ഒഴിവുകൾ ബാക്കി നിൽക്കെ എന്തുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു എന്ന ചോദ്യമാണ് ഇനി ഉയർത്തേണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു കരുണാകരനാണ്.